ഹായ് ഹലോ ഗായ്സ്, ഇന്ന് കംപ്ലീറ്റ്ലി ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ഡേ വ്ളോഗാണ് കേട്ടോ. കുറച്ച് മോർണിംഗ് പരിപാടീസും പിന്നെ കുറച്ച് റെസിപ്പീസും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ തുടങ്ങുന്നതിന്റെ മുന്നായിട്ട് തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് ഈ റാഗി കൊണ്ടുള്ള ഊത്തപ്പം ഞാൻ ഒരുപാട് ഷോർട്സിൽ കാണിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെയും ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നല്ല അടിപൊളി കടല ഉണ്ടായിരുന്നു. ഇതിന് ഈ വെള്ളക്കടല എന്നാണ് തോന്നുന്നത് ഇതിന് പറയുക. അതെ, വെള്ളക്കടല എന്നാണ് ഇതിന് പറയുക. ഈ കടല എനിക്കും ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതും ഗ്രീൻ പീസും ഞങ്ങൾക്ക് നല്ലോണം പോകും. സത്യം പറഞ്ഞാൽ ഇന്ന് നമുക്ക് 2 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ആ ഊത്തപ്പം, പിന്നെ നമ്മളെ ദോശ ഉണ്ടല്ലോ. അപ്പോൾ ദോശമാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ദോശയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് നമുക്ക്. ഓക്കെ. പിന്നെ ഇതിൽ ഞാനിങ്ങനെ കുക്കിംഗ് മാത്രം കാട്ടാൻ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുമായിട്ടാണ് ഈ വീഡിയോ. ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ കുക്കിംഗ് വീഡിയോസിലൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന കുക്കിംഗ് വീഡിയോസിലൊക്കെ എനിക്ക് വരുന്ന കമൻസ് ആണ്, എങ്ങനെയാണ് ഇത്ര ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കുക്ക് ചെയ്യണത്, കുക്ക് ചെയ്യുമ്പോൾ ഫെയിൽ ആവാറുണ്ടോ, അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഫെയിൽ ആവാറുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫെയിൽ ആയാലും അതിനെ കഴിക്കാൻ പറ്റുന്ന രീതിക്ക് ഞാൻ ആക്കിയെടുക്കലുണ്ട്. അങ്ങനെ കഴിക്കാൻ പറ്റാത്ത രീതിക്ക് ഇതുവരെ എൻ്റെ അടുത്തുനിന്ന് ഒന്നും ഉണ്ടാക്കിയിട്ട് ആയിട്ടില്ല. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ ചെറുപ്പത്തിൽ ഇമ്മാൻ്റെ വീട്ടിലാണ സമയത്ത് ആരും കാണാതെ ഒരു പാത്രത്തേക്ക് മൈദപ്പൊടി എടുത്തിട്ട്, ഈ മൈദപ്പൊടി എടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മേമ ഫേസ് പാക്ക് ഉണ്ടാക്കും ഇടയ്ക്കിടയ്ക്ക്. അത് മൈദപ്പൊടിയല്ല, സംഭവം മേമെടുക്കല് അരിപ്പൊടിയായിരുന്നു. പക്ഷെ ഞാൻ എടുത്തത് മൈദപ്പൊടിയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഒരു പാത്രത്തേക്ക് മൈദപ്പൊടി എടുത്തിട്ട് അതിക്ക് മുളക് പൊടി ഇട്ടിട്ട് വെളുത്തുള്ളിനെ തൊലി ഒന്നും കളയാത്ത നടുക് മാത്രം മുറിച്ചിട്ട് അയക്കിട്ടിട്ട് ചുരുക്കി ഒഴിച്ചിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചൊരു കാലുണ്ട്. ആരും കാണൂല പിടിക്കൂല എന്നൊക്കെ ഇരുന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്താക്കി, ഞാൻ ഫ്രീസർക്ക് കൊണ്ടുപോയി വെക്കുന്ന ടൈമിൽ തന്നെ എന്റെ മേമ വന്ന് കൈയോടെ പൊക്കി. അന്ന് അത് വീട്ടില് വേറെ ആരൊക്കെ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. ഇതിപ്പോ മേമാക്ക് ഓർമ്മ ഉണ്ടോന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അത് നല്ല ഓർമ്മയാണ്. കാരണം അന്ന് കത്ത് തട്ടിയുടെ കയ്യിൽ മുറിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കുക്കിംഗ് പരീക്ഷിച്ച് നോക്കിയത് അന്ന്. ഇപ്പൊ ഞാൻ കാണിച്ചത് തേനല്ല, തേൻ കുപ്പിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ വെർജിൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചതാണ്. അപ്പൊ നമ്മളെവിടെയാണ് നിർത്തിയത്? കുക്കിംഗ് പരീക്ഷ. അന്ന് എനിക്ക് എത്ര പ്രായം ഉണ്ടാവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1ാം ക്ലാസ്സിലായിരുന്നു ഞാൻ പഠിക്കണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് അന്ന് മുതൽ ഈ കുക്കിംഗ് പറയുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഭയങ്കര ഇടങ്ങേറായി, ഇതിപ്പോ ഉണ്ടാക്കണല്ലോ അതിപ്പോ തീർക്കണല്ലോ, അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ ഇതുവരെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല. എന്തുണ്ടാക്കുകയാണെങ്കിലും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. ഞാൻ അടിപൊളിയായിട്ട് ഒരു ചായ ഇടാൻ പഠിച്ചത് 4ാം ക്ലാസ്സിൽ പഠിക്കും. പക്ഷെ അതിന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ടാണ് തോന്നിയത്. കാരണം എന്താ, വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും, ഒരു ചായ ഇട്ടായോ. കാരണം എന്താ, ഞാൻ ചായ ഇടാൻ പഠിച്ചിട്ടാണല്ലോ. അങ്ങനെ അന്ന് തുടങ്ങിയ എന്റെ റെസിപ്പി പരീക്ഷണങ്ങൾ ഇന്നിപ്പോ ഇവിടെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ സാധനങ്ങളൊന്നും ഉണ്ടാക്കണ ഞാനല്ല കേട്ടോ, ഇതൊക്കെ മീൻ ഉണ്ടാക്കണത് ഇപ്പുറത്ത് ഒരു വീഡിയോ എടുക്കുന്ന ഒരു ആളായിട്ട് മാത്രമാണ് ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്നത്. രാവിലെ സമയത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ദോശ ചുടലും അതേപോലെ സ്കൂൾ കൊണ്ടുപോകാനുള്ള ലഞ്ചും ഒക്കെ ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ക്യാബേജ് തോരനും അതേപോലെ കിഴങ്ങ് പൊരിച്ചതുമായിരുന്നു ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുണ്ടല്ലേ, ഇത് നമ്മളിങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതേപോലെ ഉണ്ടാക്കി വെക്കലുണ്ട്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പൊ ബാക്ക് ടു നമ്മളെ കഥ. ഇന്നൊരാളും ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കുക പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാക്കൽ പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് ആദ്യം എല്ലാവരും കാട്ടുന്ന പോലെ ഞാൻ യൂട്യൂബിലൊന്നും നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, വാ കുട്ടിയെ ഞാൻ പഠിപ്പിച്ചരാ, എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ചരാ. അങ്ങനെ ഒരു ദിവസം അമ്മ ചിക്കൻ കറി ഉണ്ടാക്കാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ പോയി. അന്നൊക്കെ ഞാൻ പിന്നെ ഭയങ്കര വലിയ ഇബളാണ്. എന്നിട്ട് വേറൊരു ദിവസം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോ എന്തായി, ചിക്കൻ വന്നു. പക്ഷെ അതിന് ഞാൻ വേവിച്ച് വറ്റിച്ച് വേറൊരു സാധനമാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ ഡൗട്ട്സ് ഒക്കെ ഇപ്പൊ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ വീഡിയോന്റെ കാര്യത്തിലേക്ക് വരാം. ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച എങ്ങാനും ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. പക്ഷെ എനിക്ക് മടിയെന്ന് പറഞ്ഞ സാധനം തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോഴാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇന്ന് ഏതാണ് ഡേ? വെനസ്ഡേ രാത്രി അഥവാ നൈറ്റ് ആണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. അപ്പൊ എന്റെ ഒരു കൃത്യനിഷ്ഠ നിങ്ങൾ ആലോചിക്കണം. അവിടെ വീഡിയോ എടുക്കുമ്പോൾ എന്റെ മുന്നിൽ തന്നെ കൊടുത്തിട്ട് കിഴങ്ങ് പൊരിച്ചത് വെച്ചിക്കണം. ഇപ്പൊ സ്കൂൾ കൊണ്ടുപോകാനൊന്നും മിക്കവാറും ഉണ്ടാവും. ഇപ്പൊ നിങ്ങളിൽ ചിലവരെങ്കിലും കരുതണം. എനിക്ക് ട്രൈപോഡിൽ വെച്ചിട്ട് വീഡിയോ എടുത്തുകൂടെയെന്ന്. അങ്ങനെ വീഡിയോ എടുക്കണേ കൊണ്ട് എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ അങ്ങനെ വീഡിയോ എടുക്കാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ട്രൈപോഡ് എടുത്ത് കൊണ്ടുവരണം, അതിൽ ഫോൺ വെക്കണം, കറക്റ്റ് പൊസിഷൻ ആക്കണം, എന്തെല്ലാം ഇടങ്ങേറുണ്ട്. അതിലൊക്കെ പകരം ഇങ്ങനെ കയ്യിൽ പിടിച്ചെടുത്താൽ എന്താണ് പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമല്ല. വല്ലതും ഉണ്ടാക്കിയിട്ട് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പെറുക്കി തന്ന് കഴിയുന്നു മാത്രം. പിന്നെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ ഇതിന് അധികം ക്യാബേജ് തോരൻ എന്ന് പറയില്ല കേട്ടോ. ഞങ്ങളിവിടെ പറയല് കോസുപ്പിരി. ആൻഡ് അപ്പുറത്ത് ഇതാ കടലക്കറി സെറ്റ് ആയിട്ടുണ്ട്. ഇതിനി തൂമിക്കാനും വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് എന്നോട് പറയണത് ചോറ് തിളപ്പിക്കാൻ വെക്കുക
നോക്ക് ചെയ്യുന്നു. ചോറുമ്മ കഴുകി വെള്ളം ഒഴിച്ച് പാത്രത്തിലാക്കി അവിടെ വെച്ചിക്കണം. എന്നാലും ഇന്റെ ഒരു കുന്തളിപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഞാൻ പറയാണ് എന്റെ കയ്യിൽ ഫോണല്ല, ഇമ്മ വിട്ട് തരുമോ? ഇമ്മ പറഞ്ഞ എന്റെ അടുത്തേക്കതിന് വല്ല കുഴപ്പമുണ്ടോ? എന്റെ അമ്മനോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അമ്മ നാഗവല്ലിയാവും. അപ്പൊ ഒന്നും ഉണ്ടാകാതെ ചോറാണ്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞാൻ ആദ്യം ഇട്ട ഏതോ ഒരു വീഡിയോയില്, ലോങ് വീഡിയോയില് ആരോ ഒരാള് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കടുക് വറവിനാണോ ഇത്രയും നീട്ടി വലിച്ച് പറയണേന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ ഉദ്ദേശിക്കുന്നത് തൂമിക്കണേനാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റ് ഇടാനായിട്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഇനിയിപ്പോ ഇതിന്റെ താഴത്ത് വന്നിട്ട് ആരെങ്കിലും നെഗറ്റീവ് കമന്റ് ഇട്ടാലും എനിക്കത് യാതൊരു പ്രശ്നവും. ഞാൻ ചില കാര്യങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയലുണ്ട്. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നാട്ടിലുള്ള ആൾക്കാരും ഓരോ കാര്യത്തിനും ഓരോ വിധത്തിലാണ് പറയുക. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാകാനും വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ നല്ലോണം നീട്ടി വലിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണത്. പിന്നെ ചില ഊച്ചാളികളുണ്ട് നെഗറ്റീവ് കമന്റ് മാത്രം ഇടാനായിട്ട് ഇരിക്കണവര്. ഏതെങ്കിലും വീഡിയോക്ക് കമന്റ് ഇട്ടിക്കണു ഞാൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്കങ്ങനെ നെഗറ്റീവ് കമന്റ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങേറിയിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലാണ്ടായിക്കണ്. അതൊക്കെ നമ്മളൊരു നെവർ മൈൻഡ് ആയിട്ട് അങ്ങനെ വിടലാണ്. പിന്നെ ഒരു 10 കമന്റ് പോസിറ്റീവ് ആയിട്ട് വന്നാലും അതിലൊക്കെ ഒന്നോ ആരേ കമന്റ് ആയിരിക്കും നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടാകുക. അതുകൊണ്ട് അത്രയും പോസിറ്റീവ് കമന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ നെഗറ്റീവ് കമന്റിനെ വലിയ മൈൻഡ് ആക്കി വിടേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓർക്കൊക്കെ വളരെ നന്ദി അറിയിക്കാണ്. പിന്നെ പറഞ്ഞതാ ക്ലാസ്സിന് പോകാനുള്ള ടൈം ആയിക്കണ്. ഇമ്മ ചോറൊക്കെ ആക്കാണ് കേട്ടോ. ചോറാക്കി പിന്നെ ഇതെന്തിപ്പോൾ ഞാൻ കാട്ടിയതെന്ന് അറിയോ, ഇമ്മ ഈ കിഴങ്ങ് പൊരിച്ചത് വേറൊരു പാത്രത്തിലായിരുന്നു ഇട്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ പാത്രത്തിൽ വേണ്ട, എനിക്ക് ഇതിൽ തന്നെ മേലാക്കിയാൽ മതി. അപ്പം ഇമ്മ അത് കേട്ടില്ല. അമ്മ പറഞ്ഞ് അതിലാക്കിയില്ല, ഇനിയിപ്പോൾ അതിൽ തന്നെ ഇരുന്നോട്ടെ പറഞ്ഞ്. ഇമ്മ സ്പൂൺ എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് പോയപ്പോൾ ഞാൻ എന്താട്ടി ഞാൻ കിഴങ്ങ് ഇതൊക്കെ കൊട്ടി. അപ്പോൾ എനിക്കും ആദിക്കും ഇതാ ലഞ്ച് ബോക്സ് സെറ്റാക്കി കൊണ്ട് നിൽക്കുകയാണ് ഉമ്മ. എനിക്കും ആദിക്കും ഒരുപോലെ ഇഷ്ടമുള്ള സംഭവമാണ് ഈ കോസുപ്പേരി അതേപോലെ നമ്മളെ ബീട്രൂട്ട് ഉപ്പേരി. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ. ആദ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാണ്ട് തന്നെ ഫുഡ് കഴിക്കും. ഐ മീൻ ആ ഉപ്പേരി മാത്രം കൂട്ടിയിട്ട് ഫുഡ് കഴിക്കും. ഇതൊക്കെ പിന്നെ ഈവനിങ് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് ഇപ്പം ഉണ്ടാക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഴം കൊണ്ടുള്ള ഒരു ബോണ്ട പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇതിന്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിക്ക് ആദ്യം തന്നെ പഴം മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കുക. അതിനുശേഷം അതിക്ക് മൈദ, റവ, തേങ്ങ ഒക്കെ ഇട്ടിട്ട് നമ്മളെ ശർക്കരപ്പാനി ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ആണെന്നുണ്ടെങ്കിൽ ഇതിക്ക് ആട്ടപ്പൊടിയും കൂടെ ഇടാം. പിന്നെ കുറച്ച് സോഡാപ്പൊടി അതേപോലെ ഏലക്കായിന്റെ ഉള്ളത്തെ ഈ ഒരു സംഭവം കൂടി ഇട്ട് കൊടുക്കണം. മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പൊ ഞാൻ വീഡിയോ എടുത്തിരുന്നു, പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഗാലറിയിൽ. പിന്നെ ഇതേപോലെ കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. ഇത് ശരിക്കും ഇങ്ങനെ വലിയ ബോൾസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ വലിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് അത് പൊളിച്ച് നോക്കിയപ്പോൾ എന്തായിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് തന്നെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു ഉള്ളിവടൻ്റെ ഒക്കെ അത്ര പോകുന്നതായിരുന്നു ഉണ്ടാക്കുന്നത്. പിന്നെ നല്ല അടിപൊളി ചക്കയും കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കണ്ട, കമന്റും ചെയ്യുക. ഇനിയിപ്പോൾ നമ്മളെ സ്ഥിരം ഡയലോഗ്. അപ്പം അത്രേ ഉള്ളൂ. ബൈ.